കഴിഞ്ഞ സീസണിൻ്റെ അത്രയും ഹൈപ്പിലേക്ക് ബിഗ് ബോസ് റേറ്റിങ്ങിലാണെങ്കിലും മറ്റ് ജനപിന്തുണയിലാണെങ്കിലും ഈ സീസൺ 6 അത്രയും വന്നിട്ടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നല്ല ഉഗ്രൻ ഫൈറ്റുകൾ ഉണ്ടായിരുന്നു, നല്ല കണ്ടൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അഖിൽമാരാർ ആ ഫൈനലിൽ വിജയിച്ച ഒരു നിമിഷം വരെ വളരെ മനോഹരമായിട്ടാണ് ഫൈനൽ ഈ ബിഗ് ബോസ് സീസൺ 5 മുന്നോട്ട് പോരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും ബിഗ് ബോസ് സീസൺ 6 ഒരു മികച്ച കണ്ടസ്റ്റൻറ്റ് എന്ന് പറയാൻ മാത്രമുള്ള ആളുകൾ അതിനകത്ത് വരുന്നില്ല. ഇനി വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ടൈറ്റിൽ വിന്നർ ആവാനുള്ള സാധ്യതയുള്ള ഒരു സീസണാണ് ബിഗ് ബോസ് സീസൺ 6. പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഋഷി എന്ന ആളെക്കുറിച്ച് പറയണം. ഉപ്പും മുളകും എന്ന് പറയുന്ന ഫ്ലവേഴ്സിൻ്റെ സീരിയൽ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കോണ്ടസ്റ്റൻ്റാണ് ഋഷി. പക്ഷേ ഋഷി ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ട് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ ഋഷിക്ക് സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഋഷി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഋഷി ഇമോഷണലാകുന്ന ഒരാൾ, വളരെ പെട്ടെന്ന് ഇമോഷണലാകും. ഇവിടെ ഈ ബിഗ് ബോസിനകത്ത് ഗെയിം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഓരോ കണ്ടസ്റ്റൻസും കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലുള്ള ഗെയിമുകളൊക്കെ തന്നെയാണ് അവരെല്ലാവരും കളിക്കുന്നത്. അതായത് മറ്റേ ആളെ എത്രമാത്രം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആക്കാൻ സാധിക്കുമോ, അവരെ എത്രമാത്രം ട്രിഗർ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ബിഗ് ബോസിനകത്ത് ഓരോ കോണ്ടസ്റ്റൻസും കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ ഗെയിം കളിക്കുന്നത്. പക്ഷേ ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഒരാളും മിണ്ടിയില്ല, ഒരാൾ പിണങ്ങി എന്ന് പറയുമ്പോഴേക്ക് ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയുന്ന ഋഷിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഋഷി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് പറയുന്നത്. ഋഷിക്ക് കൃത്യമായിട്ട് ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നതാണ് ഇതുവരെ കണ്ടതിൽ മനസ്സിലാകുന്നത്. ഇനി അങ്ങോട്ട് എന്താവും ഋഷി എന്നതറിയില്ല. മറ്റ് കോണ്ടസ്റ്റൻസ് ഋഷിയെക്കുറിച്ച് എന്തോ സംസാരിച്ചു എന്നും പറഞ്ഞിട്ട് ഋഷി അതിൽ പിടിച്ചു തൂങ്ങി ആകെ ഇമോഷണലി കരയുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയിരുന്നു. ഈ ഋഷിക്ക് ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഋഷി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പല്ല, ഇൻഡിവിജ്വൽ ഗെയിമറാണ് ഓരോ ആൾക്കാരും. ഇൻഡിവിജ്വലി കളിക്കുക, ജയിക്കുക, ടൈറ്റിൽ വിന്നറാവുക, അതാണ് ബിഗ് ബോസിനകത്ത് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഋഷിക്ക് ബിഗ് ബോസ് മെറ്റീരിയൽ ആവാനുള്ള കഴിവ് കുറവാണെന്നോ അല്ലെങ്കിൽ ആൾ അതിന് ശ്രമിക്കുന്നില്ല എന്നോ ആണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഋഷി എന്ന് പറയുന്ന കോണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം എന്താണോ അത് കമൻറ്റായി രേഖപ്പെടുത്തും.